CPM പാർട്ടി കോൺഗ്രസിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനത്തിലെ അവരുടെ വേഷമായിരുന്നു ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. വലിയ ഒരു വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ രസാവഹമായിട്ടും മുഷിപ്പിക്കാത്തതുമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. എന്ന് വെച്ചാൽ പാർട്ടിയുടെ ഈ സൈദ്ധാന്തിക വാദങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു കാമ്പുമില്ലാത്ത, ഒരടിസ്ഥാനവും ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ കാലിനടിയിൽ കൂടി ധാരാളം മണ്ണ് ഒലിച്ചു ചോർന്നു പോയി നിലനിൽപ്പില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇങ്ങ് കേരളത്തിലെ ഒരു അവസാനത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മാത്രം പിന്തുണയോടുകൂടി നടക്കപ്പെടുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സിലെ കമ്മ്യൂണിസ്റ്റത്തിൻ്റെയും ലോക സംഭവങ്ങളെക്കുറിച്ചും ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചുമുള്ള കടുകട്ടിയായിട്ടുള്ള വിശകലനങ്ങളോടുകൂടി നടത്തുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എറുമ്പോ എലിയോ ഒരാനയെക്കുറിച്ച് നടത്തുന്ന ആ വിമർശനങ്ങളുടെ രൂപത്തിൽ നടന്ന ആ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവും. അത്തരം ഒരു പാർട്ടി കോൺഗ്രസ്സിലെ സാധാരണഗതിയിൽ നമ്മൾ കതർ വേഷത്തിൽ അല്ലെങ്കിൽ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പതിവായിട്ട് കാണാറുള്ള അംഗങ്ങളെ, പ്രമുഖരായിട്ടുള്ള നേതാക്കളെയൊക്കെ ഈ പ്രാവശ്യം നമ്മൾ കണ്ടത് കാഫിയ വേഷത്തിലാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കാഫിയ വേഷത്തിലാണ് കണ്ടത്. ആ വേഷം എന്ന് പറഞ്ഞാൽ പലസ്തീനികളുടേതാണ്. പലസ്തീനികളുടെ ഹമാസുകാർ ധരിക്കുന്ന വസ്ത്രവും അത് തന്നെയാണ്. ആ ഹമാസുകാര് ഇസ്രായേലിലേക്ക് കടന്നാക്രമിച്ച് 250ഓളം അവിടെ സമാധാനവും സ്വൈര്യവുമായിട്ട് കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ അവരുടെ മത ചടങ്ങിൻ്റെ ആഘോഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇസ്രായേലുകാരെ ബന്ധിച്ചു കൊണ്ടുപോയി. കുട്ടികളെ, അമ്മമാരെ, അതുപോലെ തന്നെ പ്രായമായ സ്ത്രീകളെ ഒക്കെ ബന്ധിച്ചു കൊണ്ടുപോയി. അച്ഛന്മാരെ വെടിവെച്ചു കൊന്നു. ഈ കൊല്ലപ്പെട്ട അച്ഛന്മാരുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭാര്യമാരെ ബലാത്സംഗം ചെയ്ത് അവരുടെ ധൈര്യം, വീരത്വം ഒക്കെ കാണിച്ചിട്ട് പോയ ആ പലസ്തീനികൾ, ഹമാസുകാർ, അവരുടെ വേഷവും ഇത് തന്നെയാണ്. ആ വേഷമാണ് ഇവിടെ ഈ പാർട്ടി കോൺഗ്രസ്സിൽ നമ്മൾ കണ്ടത്. ആയിക്കൊള്ളട്ടെ, അപ്പൊ ലോകമെങ്ങുമുള്ള ഈ വിമോചനം ആഗ്രഹിക്കുന്ന ജനതയുടെ വേഷം എന്നുള്ള രീതിയിൽ അതിനെ സാധൂകരിച്ചു കൊള്ളട്ടെ. ആ സാധൂകരിക്കുമ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തിബത്തിലെ ലാമമാരുടെ വേഷം, ഇത് വളരെ സിമ്പിളാണ്, ഒരു മുണ്ട് മാത്രമേ ഉള്ളൂ, മഞ്ഞ മുണ്ട് മാത്രം ഉള്ള ബുദ്ധമതക്കാരായിട്ടുള്ള അതിന്യൂനപക്ഷ മാത്രമായിട്ടുള്ള ആ ബുദ്ധമത ലാമമാരുടെ, സന്യാസിമാരുടെ ഒരു ക്രൂരകൃത്യം ഇന്ന് വരെ ചെയ്യാത്ത, ആരെയും ബലാത്സംഗം ചെയ്യാത്ത, ഉപദ്രവിക്കാൻ പോവാത്ത, ഒരു ജന്തുവിനെ പോലും ഹിംസ ചെയ്യാത്ത അവരുടെ, ചൈനയുടെ ഉരുക്കുമുഷ്ടികൾ കൂടി ഉള്ളിൽ ബന്ധിക്കപ്പെട്ട് ജീവശ്വാസത്തിനായി കേണപേക്ഷിക്കുന്ന തിബത്തുകാരുടെ ആ വേഷം നിങ്ങൾ എന്തുകൊണ്ട് അനുകരിക്കുന്നില്ല? പോട്ടെ, നിങ്ങൾക്ക് ചൈന എന്ന് പറയുന്ന മധുര മഞ്ജുര മനോജ്ഞ സോഷ്യലിസ്റ്റ് രാജ്യമുണ്ടല്ലോ, അതിനെ ധിക്കരിച്ചൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലായിരിക്കാം, ശരി, വേണ്ട. എങ്കിൽ വിമോചനത്തിന് വേണ്ടി, സ്വന്തം രാജ്യത്തിന് വേണ്ടി രാജ്യമില്ലാത്ത രാജ്യമായി പ്രവർത്തിക്കുന്ന യസീദികളുടെ വേഷം നിങ്ങൾക്ക് എന്തുകൊണ്ട് ധരിച്ചുകൂടാ? അവരും മുസ്ലിങ്ങളാണ് യസീദികൾ. തുർക്കിയുടെ, സിറിയയുടെ, ഇറാഖിന്റെ ഒക്കെ കഠോര മർദ്ദനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന, സ്വന്തമായി ഒരു രാഷ്ട്രം മോഹിച്ചുകൊണ്ട് ഏതാണ്ട് പതിറ്റാണ്ടുകളായി വിമോചന സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകാരികളും കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടല്ലോ, വിപ്ലവകാരികളും ഒക്കെയുള്ള, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തതല്ലല്ലോ. ആ പ്രസ്ഥാനം, അതിൽ ട്രേഡ് യൂണിയൻകാരുണ്ട്, തൊഴിലാളികളുണ്ട്. അത്തരം ഒരു യസീദി പ്രസ്ഥാനത്തിന്റെ വേഷം നിങ്ങൾക്ക് അണിഞ്ഞുകൂടാ? മുസ്ലിം വേഷവുമായിട്ട് വളരെ പർദ്ദയൊക്കെ അവർക്കും ഉണ്ട്. ആ പർദ്ദയും ധരിച്ചുകൊണ്ടിരുന്ന എത്ര കേമമായിരുന്നേനി, യസീദികളുടേതാണെന്ന് പറയുകയും ചെയ്യാമായിരുന്നു. അല്ല, ഇറാന്റെ മത റിപ്പബ്ലിക്കില് അടിച്ചേൽപ്പിക്കപ്പെടുന്ന പർദ്ദയല്ലെന്ന് നിങ്ങൾക്ക് വാദിക്കുകയും ചെയ്യായിരുന്നു. അതിനൊക്കെ സമർത്ഥരാണല്ലോ നിങ്ങൾ എന്തുകൊണ്ട് അത് ധരിക്കുന്നില്ല? അങ്ങനെ വിമോചനം ആഗ്രഹിക്കുന്ന എത്രയോ കാറ്റലോണിയൻ ജനത, ഇറ്റലിയിലെ കാറ്റലോണിയ, അവിടുത്തെ ജനങ്ങളുടെ വേഷം, ഇതെല്ലാം വിമോചനം ആഗ്രഹിക്കുന്ന, അടിമത്തത്തിന്റെ നുഖത്തിൽ നിന്ന് പോരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. അപ്പൊ ഇവിടെ കാണിച്ചത് നിങ്ങൾ ബന്ദികളാക്കി കൊണ്ടുപോകൽ, ബലാത്സംഗം, അതിക്രമിച്ചു കിടക്കൽ, മതാഘോഷം നടത്തുമ്പോൾ പട്ടാളക്കാരെല്ലാം വിശ്രമിക്കുന്ന സമയം നോക്കി അവിടെ നുഴഞ്ഞു കയറി നടത്തിയ ഈ ധീരകൃത്യത്തെ അഭിനന്ദിക്കുന്ന വേഷമാണ് നിങ്ങൾ നടത്തിയത്. അഭിനയമാണ്. തകർന്നു ധരിപ്പണമാവുകയും ഇസ്രായേലിന് മുമ്പിൽ മാപ്പ് പറഞ്ഞ് കീഴടങ്ങുകയും ചെയ്ത ഒരു രാഷ്ട്രത്തിന്റെ വേഷം കൂടിയാണ് നിങ്ങൾ. അതിൽ എത്രയോ ഭേദമായിരുന്നു പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും നിലനിർത്തുന്ന അറേബ്യൻ രാജ്യങ്ങളിലെ അറബികളുടെ വസ്ത്രങ്ങൾ ധരിച്ചവിടെ ഇരുന്നെങ്കിൽ
നമ്മുടെ ഒരു സിനിമയിലുണ്ടല്ലോ, ദാസനും വിജയനുമായിട്ട് ആവേശം ധരിച്ചു കൊണ്ടുപോകുന്നത്, ചെന്നൈയിൽ പോയി കടലിറങ്ങിയിട്ട് പറ്റിക്കപ്പെട്ട് അതുപോലെയുള്ള വേഷവും ധരിച്ചുകൊണ്ട് ദാസനും വിജയനുമായിട്ട്, വിജയനുണ്ടല്ലോ അവിടെ, ആ വേഷത്തിൽ വന്നിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. തലയിൽ ഇങ്ങനെ തൊപ്പി ചേരാനിട്ട് ഓരോ നേതാക്കന്മാർ ഇങ്ങനെ പിടിച്ചു വെക്കുക, എന്ത് ശരിയായോ ശരിയായോ. എന്തിനാ നിങ്ങൾക്ക് പറ്റാത്ത വേഷങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നാണം കെട്ട് കോമാളികളായിട്ട് തീരാനുള്ളവരാണോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ? ഒരു കുന്തവും സംഭവിക്കത്തില്ല. നിങ്ങളുടെ ഒരു പാർട്ടി എന്ന് പറയുന്നത്, ഒരു അവശിഷ്ട പാർട്ടി എന്ന് പറയുന്നത്, ഒരു റെലിക്കായി മാറിയിട്ടുള്ള, ഒരു ഫോസിലായിട്ട് മാറിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയുടെ 1-2 പാർലമെന്റ് അംഗങ്ങളെ DMKയുടെ സഹായം കൊണ്ട് മാത്രം നേടിയ ഒരു പാർട്ടി ഇവിടെ കിടന്ന് ഈ വേഷം ധരിച്ചതുകൊണ്ട് പാലസ്തീനിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. തകർന്നു തരിപ്പണമായി കഴിഞ്ഞു. ഹെസ്ബുള്ളയെയും ഹമാസിനെയും തകർത്തു കഴിഞ്ഞു. നോക്കിക്കോളൂ, ബന്ധുക്കളെ മുഴുവൻ അവർ വിട്ടയക്കുകയും ചെയ്യും. പാലസ്തീന്റെ നിയന്ത്രണം വേറെ കൈകളിലേക്ക് പോവുകയും ചെയ്യും. സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്തുകൊണ്ട്? മര്യാദഘട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട്. അങ്ങനെയല്ല, തിബത്തിലെയും യസീദികളായ ആൾക്കാരും ജനാധിപത്യ മാർഗത്തിലൂടെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാംക്ഷിക്കുന്നത്. സിൻ എന്ന് പറയുന്ന രേഖ ആറിന്റെ നോവൽ എടുത്ത് വായിച്ചു, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവിടെ ഒരു മതാന്ധതയുമില്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം മാത്രമാണ്. അവരെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ പലസ്തീൻ എന്ന് പറയുന്നത് എന്തിനാണിപ്പോൾ ആ വേഷം അണിഞ്ഞത്? ഏത് ജില്ലയിലെ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതും ഈ കള്ളമെല്ലാം പകൽ പോലെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരു എന്റർടൈൻമെന്റ് മാത്രം. അതുകൊണ്ട് തത്വശാസ്ത്രപരമായ ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ജിയോ പൊളിറ്റിക്സിൽ ഒരു ചുക്കും ചുണ്ണാമ്പും മാറ്റാൻ കഴിയില്ല. മാറ്റുന്ന ആളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജിയോ പൊളിറ്റിക്കൽ ചിത്രം. അത് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യനാണ്. തടയാൻ കഴിയുമോ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ? ഇസ്രായേൽ ഇപ്പോ വീണ്ടും പലസ്തീനെതിരെ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം തീരുമാനമല്ല. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നതാണ്. തകർക്കാൻ കഴിയുമോ നിങ്ങൾക്കത്? നിങ്ങൾക്ക് എവിടെ ശക്തി? ആകെ ഇപ്പോൾ ശക്തിയുള്ളത് റഷ്യയാണ്. റഷ്യ കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞ റഷ്യ. ആ റഷ്യ പോലും ചങ്ങാത്തത്തിലാണ് ട്രംപുമായി. അതാണ് സ്ഥിതി. യുക്രൈന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമരം അവിടെ നടക്കുന്നുണ്ട് അതിർത്തികളിൽ. അതിന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിലപാട്? അപ്പൊ അതുകൊണ്ട് കാലഹരണപ്പെട്ട ചില പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അതൊക്കെ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പരിഹാസപാത്രങ്ങളാവുകയാണ്, അല്ല വീരനായകന്മാരാവുകയല്ല ചെയ്യുന്നതെന്നുള്ള. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ കഫ്യ ധരിച്ച് എത്തിയപ്പോൾ എല്ലാവരും ഈ സർ പറഞ്ഞതുപോലെ ഒരു കോമാളിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അത്തരത്തിലൊരു കോമാളിത്തരമായി മാറിയോ CPM പാർട്ടി? മാത്രമല്ല, ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തിക്കോട്ടെ, അത് പല രീതിയിലാകാലോ. ഇത്തരത്തിലുള്ള ഈ കഫ്യ വാങ്ങണമെങ്കിൽ തന്നെ നമ്മളുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗമെടുത്തല്ലേ വാങ്ങേണ്ടത്. ഇത്തരത്തിലുള്ള ആർഭാടപരമായിട്ടുള്ള ഈ ഒരു പ്രച്ഛന്ന വേഷം ഇത്തരത്തിൽ നടത്തിയത് എന്തുമാത്രം ഒരു വിരോധാഭാസമാണ്. അതെ, വിദേശ വസ്ത്രങ്ങളാണോ നമ്മൾ ധരിക്കേണ്ടത്? വിദേശ വസ്ത്ര ബഹിഷ്കരണമാണല്ലോ മഹാത്മാഗാന്ധി പറഞ്ഞത്. ഇന്ത്യയുടെ ഖദർ വസ്ത്രങ്ങളുണ്ട്. ഇന്ത്യന്റെ പതാകയിൽപ്പെട്ട കാവിയോടാണല്ലോ നിങ്ങൾക്ക്. കാവി വേണ്ട, വേറെ എത്രയോ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഹാൻഡെക്സും ഹാൻഡ്ലൂമും ഖദറും ഖാദിയും. ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ ആണല്ലോ നിങ്ങളുടെ അവിടെ പങ്കെടുത്തപ്പെട്ട ഒരു നേതാവ് P. ജയരാജൻ. എന്നിട്ട് ഖാദിയെ പ്രോത്സാഹിപ്പിക്കാതെ നിങ്ങൾ ഈ കാഫിയെയും വരച്ചുകൊണ്ട് ഒരു കള്ളവേഷം കെട്ടൽ. അവിടെ സാധാരണഗതിയിൽ ഇപ്പൊ മോഹൻലാലും അതുപോലെ തന്നെ ശ്രീനിവാസനും അതിലെതിരെ ആ വേഷം കെട്ടിയത് കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട്, അവിടെ പോലീസിനാൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ചിലപ്പോൾ അതായിരിക്കാം വേഷപ്രച്ഛന്നരായി നടക്കുന്നത്. കാരണം വീണാ വിജയന് പേരിലുള്ള കേസിൽ തീരുമാനമായിരിക്കും ഇനി അടുത്ത അറസ്റ്റാ. ഈ പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി അവിടുത്തെ സ്ത്രീ പ്രതിനിധികൾ കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത്തരത്തിലുള്ള അവരുടെ വേഷവിധാനങ്ങൾ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കറുത്ത വസ്ത്രം അണിഞ്ഞ പർദ്ദ അണിഞ്ഞ സ്ത്രീകൾ അവിടെ കണ്ടാൽ നമ്മുടെ പിണറായിക്ക് അത് ദഹിക്കുമായിരുന്നോ? അല്ല, അടുത്ത മിക്കവാറും പാർട്ടി കോൺഗ്രസിൽ അതായിരിക്കും വേഷം. കാരണം പോലീസിനാൽ പിടിക്കപ്പെടാതിരിക്കാൻ ധരിക്കപ്പെടുന്ന ഒരു വസ്ത്രം കൂടിയാണല്ലോ അത്. അങ്ങനെ നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ കറുപ്പിനോടുള്ള വിരോധം പിണറായിക്ക് നിൽക്കട്ടെ. അതെ കറുപ്പിനോടുള്ള അത് കണ്ടു കഴിയുമ്പോ അതെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കറുപ്പ് മാസ്ക് ധരിച്ചെന്ന് പറഞ്ഞിട്ട് ആ ആളിനെ അടിച്ച പോലീസാണ് പിണറായി വിജയന്റെ പോലീസ്. അപ്പൊ ഈ കറുത്ത വസ്ത്രക്കാർക്ക് എന്താണ് സംഭവിക്കുക പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയൻ എന്നുണ്ടെങ്കിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കറുപ്പിനോടുള്ള അലർജി, ഈ കറുപ്പിനോടുള്ള അലർജി എന്ന് പറയുന്നത് ഏതൊക്കെ മാനങ്ങൾ അന്ന് കൈവരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല. മാസ്ക് പോലും ധരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ പിന്നെ
കാവിയോടുള്ള നിങ്ങളുടെ അലർജി അറിയാം, പക്ഷെ കറുപ്പിനോടും അലർജിയാണല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവിടെ വനിതാ പ്രതിനിധികൾ അവിടുത്തെ സ്ത്രീകളുടെ, പലസ്തീനിലെ സ്ത്രീകളുടെ വേഷം അണിയാതിരുന്നത്. പർദ്ദ വളരെ ശരിയായിട്ടുള്ള